പ്രിയങ്കരനായ സിൻഡിക്കേറ്റ് അംഗം ശ്രീ അഹമ്മദ് ഫസൽ, മറ്റ് സെനറ്റ് അംഗങ്ങളായിട്ടുള്ള ശ്രീംജു, ഡോക്ടർ അജേഷ്, ഡോക്ടർ വിനോദ് ജോസഫ്, സിംജോ സാമുവേൽ, ശ്രീ മുഹമ്മദ് ഷിനാസ്, ഡോക്ടർ ഗ്ലാഡ്സ്റ്റൺ രാജ്, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ പുകഴ്പെറ്റ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തീരാ കളങ്കം ചാർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള സർവകലാശാലയിൽ ഒരു ഭരണസ്തംഭനം ഉണ്ടായിരിക്കുന്നത്. ഗവർണറും സർക്കാരിനെ പിന്തുണയ്ക്കുന്ന സിൻഡിക്കേറ്റും രണ്ട് ഭാഗങ്ങളിലായി നിന്നുകൊണ്ട് ഈ ഭരണസ്തംഭനത്തിന് ഉത്തരവാദികളായി മാറിയിരിക്കുകയാണ്. ഇവിടെ സർവകലാശാല വൈസ് ചാൻസലർ പറയുന്നത് സർവകലാശാലയിലേക്ക് വന്നാൽ എൻ്റെ ജീവൻ നഷ്ടപ്പെടും. രജിസ്ട്രാറെ വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യുന്നു, വേറൊരാൾക്ക് ചുമതല കൊടുക്കുന്നു. ചുമതല കിട്ടിയ ആൾ പറയുന്നു എനിക്ക് ചുമതല ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. ഫയലുകളൊന്നും നീങ്ങുന്നില്ല, ഒരു കാര്യങ്ങളും സർവകലാശാലയിൽ നടക്കുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെൻറ്, നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നാഴികയ്ക്ക് 40 വട്ടം ആവർത്തിക്കുന്നതാണ് A++ കിട്ടിയ സർവകലാശാലയാണ്, അത് ഞങ്ങളുടെ ഭരണ നേട്ടമാണ് എന്ന് അവകാശപ്പെടുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും, വിദ്യാഭ്യാസ മേഖലയ്ക്കാകെ നാണക്കേടുണ്ടായിട്ടും, ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച്, കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് വളരെ തെറ്റായ സന്ദേശങ്ങൾ നൽകുന്ന ഈ ഒരു ഭരണസ്തംഭനം ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് മന്ത്രി ഇടപെടാതിരിക്കുന്നത്, സർക്കാർ ഇടപെടാതിരിച്ചാൽ ഇന്ന് സർക്കാരിനെതിരായി കേരളത്തിൽ ഉയർന്നു വരുന്ന ജനരോഷത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാൻ, ഇത് എല്ലാ കാലങ്ങളിലും ഉള്ളതാണ്. പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം സർക്കാരിനെതിരായി എന്നെല്ലാം ജനവികാരം ഉയർന്നു വന്നിട്ടുണ്ടോ ആ കാലങ്ങളിലെല്ലാം ആപൽ ബാന്ധവനെ പോലെ ഗവർണർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഓരോ വിഷയങ്ങളുണ്ടാക്കും, നിസ്സാരമായിട്ടുള്ള വിഷയം, അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്ത വിഷയങ്ങളുടെ പേരിലാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം ഇവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നേരത്തെ ഇരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നാലും ഇപ്പോൾ വന്ന ഗവർണർ അർലേക്കർ ആയിരുന്നാലും സർക്കാരിനെ അജണ്ട മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമൊരുക്കുന്ന ഒരു നടപടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളുടെ പേരിലാണോ, അക്കാഡമിക് എക്സലൻസ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണോ, അല്ലെങ്കിൽ പുതിയ കോഴ്സുകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലാണോ, ഏതെങ്കിലും കേരളത്തിലെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നതെന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഗവൺമെൻറ് ഈ കാര്യത്തിൽ ഇടപെടാതിരിക്കുകയാണ്. ഈ കാര്യത്തിലുള്ള ഗവർണറുടെ നടപടിക്കെതിരായി മുഖ്യമന്ത്രി ഒരക്ഷരം പോലും ഉരിയാടുന്നില്ല. മുഖ്യമന്ത്രിയുമായി ഒരുമിച്ച് പ്രാതലും ഡിന്നറും ലഞ്ചും എല്ലാം കഴിക്കുന്ന ഒരു ഗവർണർ, ആ ഗവർണർ നടത്തുന്ന ഈ നടപടിക്കെതിരായി മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് കുറ്റകരമായ മൗനമുണ്ടാകുന്നു. ആ മൗനത്തെ പിന്തുടർന്നുകൊണ്ട് ഈ സർവകലാശാലയിലെ വിഷയങ്ങളെക്കുറിച്ച് സർക്കാർ ചർച്ച ചെയ്യുന്നില്ല, ഇത് പരിഹരിക്കുന്നില്ല. ഇതാരാണ് പരിഹരിക്കേണ്ടതിന്? വിദേശത്തു നിന്ന് ആരെങ്കിലും വന്ന് പരിഹരിക്കേണ്ട വിഷയങ്ങളാണോ? ഈ ഗവൺമെൻറ് എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഒരു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്? കീമിലുണ്ടായ വിഷയങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും കയ്യും കെട്ടിയിരിക്കുന്ന ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ സർവകലാശാലയിലെ ഭരണസ്തംഭനം അവസാനിപ്പിക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. ഗവർണർ സ്വന്തം നിലവാരം കളഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഗവർണർ അതിൽ നിന്ന് പിന്മാറണം. ഈ കേരളത്തിലെ സർവകലാശാലയിൽ ആര് വൈസ് ചാൻസലർ ആയിരിക്കുന്നു, ആര് രജിസ്ട്രാർ ആയിരിക്കുന്നു എന്നുള്ളതല്ല. ഒരു വൈസ് ചാൻസലറും രജിസ്ട്രാറും ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാകണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി വൈസ് ചാൻസലർ അടക്കമുള്ള ആളുകൾ ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകണം. കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം സർവകലാശാലയിലേക്ക് വൈസ് ചാൻസലർമാരെ നിയമിക്കാതെ കേരളത്തിലെ എത്ര സർവകലാശാലകളിലാണ് വർഷങ്ങളായി വൈസ് ചാൻസലർ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നത്? ഇങ്ങനെയെല്ലാമുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇതൊന്നും പരിഹരിക്കാൻ ഒരു സർക്കാർ
ഉത്തരവാദിത്തമുള്ള ഒരു സർക്കാർ തയ്യാറാകാതെ വരുന്ന ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളെ ആര് രക്ഷിക്കും ഈ പ്രശ്നങ്ങളിൽ നിന്ന്? ഇവിടെ നിന്ന് വാങ്ങുന്ന ഡിഗ്രി, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവരെക്കുറിച്ചെല്ലാം തെറ്റായ ഒരു ധാരണയുണ്ടാക്കാൻ മാത്രമേ ഇതെല്ലാം ഇടപെടുകയുള്ളൂ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മളെല്ലാം ആശങ്കപ്പെടുന്നവരാണ്. കേരളത്തിൽ നിന്ന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് വിദേശങ്ങളിൽ പോയി പഠിക്കാൻ പോകുന്നത്. ഇതല്ലേ ഇവരുടെ സമീപനം? വിദേശങ്ങളിലേക്ക് വിദ്യാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്ന സമീപനമാണ് ഈ കേരളത്തിലെ ഗവൺമെൻറ് സ്വീകരിക്കുന്നത്, ഗവർണർ സ്വീകരിക്കുന്നത്. ഇവിടുത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ കലുഷിതമാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഇവിടെ നിന്ന് വിദ്യാർത്ഥികളെ വിദേശങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്ന നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ നടത്തുന്ന ഈ ചക്കളത്തിപ്പോരെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. കേരളത്തിലെ ആരോഗ്യരംഗം ഒരു ദുരന്തമായി മാറുമ്പോൾ, കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ഭരണം ഒരു ദുരന്തമായി മാറുമ്പോൾ, അത് കേരളത്തിലെ ജനങ്ങളാകെ തന്നെ ചർച്ച ചെയ്യുമ്പോൾ, ജനരോഷം സർക്കാരിനെതിരായ ആളിക്കത്തുന്ന ഒരു സന്ദർഭത്തിൽ ഗവർണറും ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇല്ലാത്ത ഒരു വിഷയം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നടത്തുന്ന ഈ പരസ്പര ധാരണയോടുകൂടി നടത്തുന്ന ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി അവസാനിപ്പിച്ചുകൊണ്ട് കേരള സർവകലാശാലയിലെ സുഗമമായിട്ടുള്ള ഭരണം നടക്കുന്നതിനും ഈ ഭരണസ്തംഭനം ഒഴിവാക്കുന്നതിനും മുഖ്യമന്ത്രി മുൻകൈ എടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ സർവകലാശാലയിലെ UDF സെനറ്റ് മെമ്പർമാർ ഈ സത്യാഗ്രഹവുമായി കടന്നു വന്നിട്ടുള്ളത്. ഈ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സെനറ്റ് മെമ്പർമാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.